എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ കുറച്ചധികം കടുകട്ടി തന്നെയാണ്. മെമ്പർഷിപ്പ് ലൈവ് ഇവളുമാർ ഇടുന്നത് ഇട്ടിട്ട് ഇവളുമാരുടെയൊക്കെ കൂടെ ലൈവിൽ കിടന്ന് അഴിഞ്ഞാടാൻ താല്പര്യമുള്ള കിഴങ്ങന്മാരാണല്ലോ പോയിരുന്ന് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവരെയൊന്നും നമ്മൾ പിടിച്ചു കെട്ടി വെക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അങ്ങനെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലൈവ് കാണാൻ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പോലും ഉണ്ടാവും, നമ്മളാരും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലൈവ് ചെയ്യുന്നത് ഇവറ്റകൾ ചെയ്തോട്ടെ, പക്ഷെ ലൈവിന് മുമ്പായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ ഇവളുമാർ കൊടുക്കുന്നുണ്ട്. വളരെ മോശം തന്നെയാണ്, വളരെ വളരെ മോശം. അതായത് സിനിമയുടെയൊക്കെ ട്രയൽ ഇറങ്ങുമല്ലോ, അപ്പൊ അതുപോലെയുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പെണ്ണിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് മെമ്പർഷിപ്പ് കാണാനായിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കാറിൽ ഇരുന്നിട്ടാണ് പുള്ളിക്കാരത്തിയുടെ വിളിയൊക്കെ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അതേ ഇങ്ങനെ നെടാന്ന് പറഞ്ഞ് വെട്ടിയിട്ട വാഴത്തട പോലെ ഇവളിങ്ങനെ കിടക്കും, എന്നിട്ട് ജാടി പറിച്ചങ്ങ് എണീക്കും. എന്നിട്ടാണ് ഇവളുടെ സ്വന്തം ശരീരത്തിനെയാണ് വില പേച്ചുന്നതെന്ന് വേണം ആദ്യം ഓർക്കേണ്ടത്. എടി നാണം കിട്ടവളെ, നിനക്ക് നാണമാവുന്നില്ലേ വഞ്ചിത നായരേ? ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കാൻ നാണമില്ലേ നായർജി എന്നാണ് എനിക്ക് ഈ ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ശരിക്കും കണ്ടാലുണ്ടല്ലോ നല്ല ചന്തമൊക്കെയുള്ള നല്ലൊരു പെണ്ണ്, നല്ലൊരു കുടുംബത്ത് മരുമകളായിട്ടൊക്കെ വിളക്ക് പോലെ പോകേണ്ട ഒരു പെങ്കൊച്ചാണ്. ദേ ഇവിടെ കിടന്ന് ദേ സ്വന്തം ശരീരം ഇങ്ങനെ കച്ചവടം നടത്തി ജീവിക്കുന്നത്. എന്തിന്റെ സോക്കേടാടി പെങ്കൊച്ച നിനക്കൊക്കെ? പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. നിന്റെയൊക്കെ ഈ ലൈവും തേങ്ങയൊക്കെ കാണാനായിട്ട് എന്തുമാത്രം ആളുകളാണ് ഇങ്ങനെ വരുന്നത്. ചെറിയ പിള്ളേർ വരെ ഇല്ലേ, പല്ല് കൊഴിഞ്ഞ് ചാവാൻ കിടക്കുന്ന അപ്പൂപ്പന്മാർ വരെ കാണും ചിലപ്പോ. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു മോശം അവസ്ഥയായി പോകുന്നുണ്ട് ഇതൊക്കെ. ശരിക്കും ഇവള് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ തുടങ്ങിയത്. നമ്മുടെ ശ്മശാന എന്ന് പറയുന്ന ആ ഒരു മൂദേവിയായിരുന്നു ഇത്രയും നാളും ഈ ഒരു ഫീൽഡ് അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ശ്മശാനയ്ക്ക് ശേഷം ഒരുപാട് നിശാശലഭങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവറ്റുകളുടെയൊക്കെ കെട്ടിയന്മാർ കിഴങ്ങന്മാരാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എല്ലാത്തിലും കഷ്ടത. പക്ഷെ ഈ പെണ്ണ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതുപോലെ തന്നെ ഈ മാനഞ്ചാടി പെണ്ണിനെ കൂട്ടായിട്ട് ഈ പെണ്ണിന്റെ ഒരു ചേട്ടത്തിക്കാരിയെ ഇറക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി ആദ്യമൊക്കെ നല്ല അടക്കവും ഒതുക്കവും മര്യാദയൊക്കെ ഉണ്ടായിരുന്നു ഈ പെണ്ണിന്റെ ചേട്ടത്തി. ഇപ്പൊ ശരിക്കും ഈ ഒരു പെണ്ണിനേക്കാൾ ഏറെ മുറ്റിയ സാധനമാണ് ഈ പെണ്ണിന്റെ ചേട്ടത്തി എന്ന് പറഞ്ഞാല്. ഉളുപ്പ് വേണം, ഉളുപ്പ് വേണം. ഇവറ്റുകളെയൊക്കെ വീട്ടിലൊരു കൊച്ചുണ്ട്, ഒരു കൊച്ചു പയ്യനുണ്ട്. ആ കൊച്ചു പയ്യന്റെ ഭാവി പോലും ഓർക്കാതെയാണ് ഇവകൾക്കുള്ള ചേച്ചി കിടന്ന് കൂത്താടുന്നത് സോഷ്യൽ മീഡിയയിൽ. ശരിക്കും അത് കാണുമ്പോഴുണ്ടല്ലോ വെച്ച് ഇട്ട് കൊടുക്കാൻ തോന്നും. എന്തിനാടെ ഇങ്ങനെ ശരിക്കും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇവളുടെ ഭർത്താവിനോടാണ് ചോദിക്കാനുള്ളത്. ഉളുപ്പുണ്ടോടോ തനിക്ക് ഉളുപ്പുണ്ടോ? തനിക്ക് വേല ചെയ്ത് നാടി അരിക്ക് കൊണ്ടു കൊടുക്കാനുള്ള പോക്കില്ലാഞ്ഞിട്ടാണോ താൻ ഇങ്ങനെ ഈ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? തനിക്കൊക്കെ നാണമുണ്ടോ, മാനമുണ്ടോ, ഉളുപ്പുണ്ടോ? എന്താടോ താനൊക്കെ ഈ കാണിച്ച് കൂട്ടുന്നത്? ഇവക്കൊപ്പം തന്നെ ഇവനുണ്ടെന്ന് ഇങ്ങനെ തുള്ളി കളിക്കാനായിട്ട്. ശരിക്കും വല്ലാത്ത മോശം തന്നെ. ആ ഒരു കൊച്ചിനെ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ആ ഒരു രീതിയിലല്ലേ കാണുള്ളൂ. അമ്മച്ചി ദേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, അത് അവരുടെ കഴിവാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മറ്റുള്ളവർ കണ്ട അയ്യേ എന്ന് പറയത്തക്ക രീതിയിലുള്ളതല്ലാതെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൂടെ നിങ്ങൾക്ക്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇതില് ഈ ആ ഒരു അനിയത്തിക്കാരി ഉണ്ടല്ലോ വഞ്ചിതയുടെ ടൈറ്റിൽ കാണണം കേട്ടോ. അതും സ്വന്തം ശരീരത്തിനെയാണ് ആ ഒരു പറഞ്ഞു വെക്കുന്നത് എന്ന് ഓർക്കണം. ഏതൊരു വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം ഇവളുടെ ഒരു ഓഞ്ഞ ടൈറ്റിലാണ്. ഒന്നുകിൽ അച്ഛൻ ചക്ക കണ്ടു ഞെട്ടി, ഇങ്ങനെയാണ് അവൾ കൊടുക്കുന്നത് ടൈറ്റില്. അതൊക്കെ പൂരിപ്പിച്ചെടുത്തോളണം. ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അച്ഛൻ ചക്കയിൽ നോക്കി ഞെട്ടി. എന്തുവാടെ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ടൈറ്റിൽ കൊടുക്കുമോ? ഇപ്പൊ എന്തായാലും ഇപ്പൊ അച്ഛന് ഇത്തിരി ആശ്വാസമുണ്ട്. ഇപ്പൊ ചേട്ടൻ എന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ നോക്കി കണ്ടു കൊണ്ടു പിടിച്ചു. എന്റെ പൊന്നു പെണ്ണെ, പണം ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് ഇത് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അതുമാത്രല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എത്ര കാലമായിട്ട് ഇങ്ങനെ കിടന്ന് അറുമാദിച്ച് പണം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇവൾക്കെന്ന് പറഞ്ഞാൽ ഇവള് പെൺകുട്ടികള് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴത്തേക്ക് അടിയിലിടുന്ന ഇന്നർ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഇന്നറാണ് ഈ പെണ്ണ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിനാകുമ്പോൾ എനിക്ക് തോന്നുന്നു 30-35 രൂപ തൊട്ടുണ്ട് ഇന്നർ. ഇതുപോലെയുള്ള സംഭവം 50 രൂപ 60 രൂപയൊക്കെ കൊടുത്താൽ മതി. പക്ഷെ എന്തിനാണ് ഇത് ഇടുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതാണ് ധരിക്കുന്നതെങ്കിൽ ശരീരത്തിന്റെ ഭാഗം അത്രയും തന്നെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റും മറ്റുള്ളവരുടെ മുന്നിലേക്ക്. തൂറി വാരി തിന്നടി എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കച്ചറ വാക്കുകളാണെന്ന് നന്നായിട്ട് അറിയാം. ഇതിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ്. ഇത്രയധികം മാനം കെട്ട് ജീവിക്കണോ? പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനം കെട്ട് ജീവിച്ചാൽ മാനക്കേട് പണം തീർക്കുമെന്നാണ്. പക്ഷെ ഇത് കുറച്ചധികം കടുകട്ടിയായി പോകുന്നുണ്ട് കേട്ടോ.
എന്തായാലും വളരെ മോശമായിട്ടുണ്ട് കൊച്ചെ, വളരെ മോശം. സ്വന്തം ശരീരത്തിനെ വിൽപ്പന ചരക്കായിട്ട് വെച്ചിട്ട് അതിനെ കിടന്ന് വിലപേശുകയാണ്. ഇത്തിരിയെങ്കിലും നാണവും മാനവും ഉളുപ്പുണ്ട്, നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നല്ല മുറ്റുണ്ടല്ലോ, നന്നായിട്ട് ജോലി എടുത്ത് ജീവിച്ചുകൂടെ? ഇനി പണിയെടുത്ത് ജീവിക്കാൻ വയ്യെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാം, ഡാൻസ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. വഞ്ചിത യൂട്യൂബ് ടിപ്സ് എന്നാണ് ചാനലിന്റെ പേര്. പക്ഷെ യൂട്യൂബ് ടിപ്സ് ആയിട്ടുള്ള ഒന്നുമില്ലതേ. ഇതുപോലെ മെമ്പർഷിപ്പ് ലൈവിലേക്ക് ആകർഷിക്കാനുള്ള ടിപ്സുകൾ ഇവർക്കൊക്കെ അറിയാവൂ, അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്കറിയാവുന്ന ഒരു പണിയാണ് മെമ്പർഷിപ്പിലേക്ക് ആകർഷിക്കുക. മാക്സിമം ശരീരം എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കാണിക്കുക. അതുകൊണ്ട് എന്ത് നേടുന്നു? നിനക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടാവണ്ടേ? ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമാണോ ജീവിതത്തിന്റെ ഏറ്റവും അവസാന താളെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരിക്കലും ഞാനത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ജീവിതത്തിന്റെ അവസാനമായിട്ടുള്ള വാക്ക് വിവാഹമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും വിവാഹം, കുടുംബം, കുട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫാണ്. ഇതൊന്നും ഇല്ലാതെ പണത്തിന് മാത്രം, എന്തിനാണ് പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത്രയധികം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാലും നമ്മൾ പെട്ടെന്ന് വീണ് കണ്ണടച്ചു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാവോ? ആ പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? മനുഷ്യന്റെ കാര്യമാണ്. നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലോ നമുക്ക് ആ പണം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? എന്തായാലും വളരെ മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. സ്വന്തം ശരീരത്തിനെ പ്രോഡക്റ്റ് ആക്കി വിൽക്കുന്ന കുറെ അലവലാദികൾ, അത്രേ പറയാനുള്ളൂ. കുറെ എണ്ണം ഉണ്ട്, അതിലൊരെണ്ണം ഇത്. എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇവളുമാരുടെ ലൈവൊക്കെ കണ്ട് സായുജ്യമടയുന്ന അലവലാതി ഞരമ്പന്മാർ ഇതിന്റെ അടിയിൽ വന്നിട്ട് പോടി, നിനക്കെന്താടി അസൂയടി, എണിച്ച് പോടി, നീ കാണിക്കടി എന്നൊക്കെ പറയുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, നീയൊക്കെ പോയി നിന്റെ അമ്മയ്ക്കുള്ളത് നോക്ക് എന്ന് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ഇനി ബാഡ് കമന്റ് ഇടുന്നവർക്കൊന്നും തെറി വിളിക്കാനൊന്നും എനിക്ക് സമയമില്ല. സാധാരണ ഞാൻ അങ്ങനെ നന്നായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഞാനങ്ങ് വിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയം നാറുകയെന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും